ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ചോറ് വെക്കാനുള്ള അരി കഴുകി അങ്ങ് കുക്കറിനകത്തോട്ട് വെച്ചു. കാരണം ഇപ്പം തന്നെ ഒരു 6:30 ആയി. ഒരു 7:45 ആകുമ്പോഴത്തേക്ക് എൻ്റെ ജോലിക്ക് പോകണം. അപ്പോൾ പോകുന്നതിന് മുമ്പേ ചോറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡി ആവണം. അപ്പം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ആദ്യമേ അത് അങ്ങ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ജോലികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ചോറ് വെന്ത് റെഡി ആയിരിക്കും. എല്ലാ ദിവസവും കൊണ്ടുപോകാനുള്ള ചോറ് തലേന്ന് രാത്രി തന്നെ വെച്ച് വെക്കുന്നതാണ്. ഇന്നലെ പിന്നെ മഴയും ഒക്കെ ആയതുകൊണ്ട് രാവിലെ കുക്കറിൽ വെക്കാമല്ലോ, പെട്ടെന്നങ്ങ് ആവുമെന്ന് പറഞ്ഞ് മടിച്ച് അങ്ങനെ അങ്ങിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പം ലേറ്റായും പോയി. പക്ഷേ കുക്കറിൽ ചായക്കുള്ളതും കൂടെ അങ്ങ് വെച്ചു. ചായ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും ലേറ്റാവും. അപ്പോൾ പിന്നെ ചോറ് കൊണ്ടുപോക്കുന്നത് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിനൊരു പണി ചെയ്ത് സാമ്പാർ പരിപ്പും സവാളയും എല്ലാം കൂടിയിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. എങ്കിലും ഇപ്പോഴത്തെ ഒരു സമയക്കുറവ് മൂലം ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇന്നലെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ചേട്ടനോട് പറഞ്ഞായിരുന്നു ഇന്ന് മീനും ഇതൊന്നും ഇല്ല. അപ്പം പറഞ്ഞ് സാരമില്ല, എനിക്ക് ചമ്മന്തിയോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളത് മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു തോരനും കൂടെ ഉണ്ടാക്കാം. വെറുതെ ചോറ് എങ്ങനെ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് തോരൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഫ്രിഡ്ജിൽ നോക്കിയപ്പം മുരിങ്ങയ്ക്ക ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് വെച്ചിട്ട് ഒരു തോരനും കൂടെ അങ്ങ് റെഡിയാക്കാമെന്ന്. അപ്പോഴത്തേക്കും ചായ തിളച്ച് നല്ല റെഡിയായി വന്നു. അങ്ങനെ ചായ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ എടുത്ത് അതിനകത്ത് കുറച്ച് സാമ്പാർ പരിപ്പും 2 സവാളയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വേവിക്കാനങ്ങ് ഗ്യാസിലോട്ട് വെച്ചു. അതവിടെ ഒരു 3 വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അടുത്ത ജോലി ചെയ്യാമല്ലോ എന്ന് വെച്ചപ്പോഴത്തേക്ക് ചോറ് 3 വിസിലടിച്ച് ഞാൻ ഇറക്കി വെച്ച്. പിന്നെ കുറച്ച് മുരിങ്ങയ്ക്കയും ഒരു സവാളയും ഉപ്പും എല്ലാം കൂടെ ഇരുമ്പേട്ടിക്കകത്താക്കി വേവിക്കാനായിട്ട് അതും അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച്. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ തിരിങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിനുള്ള പരിപ്പെല്ലാം വെന്ത്. എന്നാൽ പിന്നെ സാമ്പാറിനകത്ത് കഷ്ണത്തിൻ്റെ കുറവ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ മുരിങ്ങയ്ക്ക തോരൻ അരിഞ്ഞതിൻ്റെ കുറച്ച് മുരിങ്ങയ്ക്ക കഷ്ണങ്ങളും 1 ക്യാരറ്റും 2-3 അമരക്കയും കൂടെ അരിഞ്ഞതിനകത്ത് അങ്ങിട്ട്, എന്നിട്ട് അതിനകത്ത് മുളക് പൊടിയും കുറച്ച് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ കായവും കൂടെ ചേർത്ത് അങ്ങ് അടച്ച് വെച്ച് വീണ്ടും 1 വിസിലും കൂടെ അങ്ങ് അടിച്ച്. കാരണം ഇതിനെ അല്ലാതെ വേവിച്ചും എണ്ണയ്ക്കകത്തൊക്കെ പൊടി വഴറ്റിയൊക്കെ ഇടാനുള്ള സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വേവുമല്ലോ എന്ന് വിചാരിച്ച് അതും അങ്ങ് വീണ്ടും കുക്കറിനകത്തോട്ട് വെച്ച്. ഈ സമയം ഇഡ്ഡലി പുഴുങ്ങാനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിനകത്തോട്ട് മാവും കോരി ഒഴിച്ച് അതും അങ്ങ് അടുപ്പത്തോട്ട് വെച്ച്. ഈ സമയം കൊണ്ട് മുരിങ്ങക്കോലൊക്കെ വെന്ത് അതിനകത്ത് ഞാൻ അരപ്പും ചേർത്തായിരുന്നു. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അതും വെന്ത് വന്ന മുരിങ്ങയ്ക്കകത്ത് ചേർത്ത് കുറച്ച് ചെറിയ തീയിലിട്ടിരിക്കുമായിരുന്നു. ആ സമയം കൊണ്ട് ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ച് തേങ്ങാ ചമ്മന്തി. നമ്മൾ സാധാരണ വീട്ടിൽ എല്ലാവരും അരയ്ക്കുന്ന കണക്ക് പുളിയും തേങ്ങയും ചുവന്നുള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഉപ്പും എല്ലാം ഇട്ട് നല്ലൊരു ചമ്മന്തി അങ്ങ് അരച്ച്. കാരണം എന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ കറണ്ട് പോകും. അപ്പം പിന്നെയും നേരം വൈകിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചമ്മന്തി അരയ്ക്കാനും പാടാം. അതുകൊണ്ട് പെട്ടെന്ന് അതും അങ്ങ് റെഡിയാക്കി വെച്ച്. ഇത് ചോറിന് കൊണ്ടുപോകാനുള്ള ചമ്മന്തിയാണേ. ആ സമയം കൊണ്ട് മുരിങ്ങയ്ക്ക തോരൻ വെന്ത് അതിനകത്ത് ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടങ്ങ് ഇറക്കി വെച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ പൊടികളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നല്ല സെറ്റായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ ഞാൻ വറുത്ത് അതും ചേർത്ത് സാമ്പാറും അങ്ങ് റെഡിയായി. ഇപ്പോൾ തന്നെ 7:30 ആയി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇഡ്ഡലി അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള ഒരു തിരക്കിലായി. കാരണം അത് കഴിക്കുമ്പോഴത്തേക്കും മതി എങ്ങനെയെങ്കിലും ചോറ് പൊതിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലി കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഒരു മുട്ടയും പൊരിച്ച് ചോറ് പെട്ടെന്ന് അങ്ങ് പൊതിഞ്ഞ്. കാരണം ഇനിയും താമസിക്കണ്ടല്ലോ എന്ന് വെച്ച് അതിനിടയ്ക്ക് ചോറ് ആദ്യമേ ഒന്ന് വെച്ചിട്ട് കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അത് വെന്തില്ല. പിന്നെയും ഞാൻ ഒന്നും കൂടെ ഗ്യാസിൽ വെച്ച് വിസിൽ കേട്ടിട്ടാണ് വീണ്ടും ചോറ് ഊറ്റിയെടുത്തത്. കാരണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ധൃതി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും റെഡി ആവത്തില്ല. പിന്നെ 7:45 തന്നെ ഏട്ടൻ പോയി. അപ്പോഴത്തേക്ക് ഭയങ്കര മഴക്കോളായി, മഴ പൊടിക്കാനും തുടങ്ങി. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ധൃതി പിടിച്ച് ചെയ്തുകൊണ്ട് എല്ലാം കഴുകാതെ അവിടെ ഇട്ടിരുന്നേ അതെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയിട്ട്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ അടുക്കള വൃത്തികേടായി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നുള്ള വഴക്കും കൂടെ കിട്ടും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.